ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പാവക്ക വെച്ചുള്ള ഒരു ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ കറി. പാവക്ക ഇഷ്ടമല്ലാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടമാവും. ഇത് പാവക്കയാണ് ഇതെന്ന് അവർക്ക് തോന്നുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു പാവക്ക, ഒരു മീഡിയം സൈസിലുള്ള പാവക്കയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പാവക്ക കട്ട് ചെയ്ത് വെച്ചു. മാങ്ങ അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. തൊലി ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾ എല്ലാ മാങ്ങയുടെ തൊലിയും ഒരേ ഒരു ടേസ്റ്റ് ആവില്ല. ചിലത് കയ്പ്പ് ടേസ്റ്റ്, ചവർപ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ എരിവിനാവശ്യത്തിന് 4-5 പച്ചമുളക് നമുക്ക് എടുക്കാം. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമ്മൾ ഇതിൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാൽ, 2-ാം പാൽ. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് മുറിച്ച് വെച്ച പച്ചമാങ്ങയും പാവക്കയും പച്ചമുളകും കൂടി ഒരു ചട്ടിയിലിട്ടിട്ട് നമ്മുടെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ, 2-ാം പാലില്ലേ, അതൊഴിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. 2-ാം പാൽ 1.5 കപ്പില്ല, 1 കപ്പിൽ അധികമായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ തന്നെ വേവിക്കുവാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ തിളച്ച് മറിയാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊന്ന് നോക്കി ശ്രദ്ധിക്കുക. ഇനി ഇത് തേങ്ങാപ്പാലിൽ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് റെഡിയാക്കുക. വെന്ത് കിട്ടിയാൽ പച്ചമാങ്ങ ഒന്നും തീരെ കാണൂല. പാവക്കയുടെ ഓരോ പീസ് മാത്രമേ കാണൂ. പച്ചമാങ്ങ ഇട്ട് വെച്ച ഒരു കറിയാണ് ഇതെന്ന് ആർക്കും മനസ്സിലാവില്ല. തൈര് ഒഴിച്ച ഒരു ഫീൽ ഉണ്ടാവും ഇതിന് കഴിക്കുമ്പോൾ. ഇത് ഉണ്ടാക്കി നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ, ഇത് പച്ചമാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന്. തൈരിൻ്റെ ഇനി നമ്മൾ 1-ാം പാലും കൂടി ഒഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ആ ഒരു 1-ാം പാൽ ആ ഒരു തൈരിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ കഴിക്കാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോഴും എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്കിത് നല്ല പോലെ തന്നെ വെന്ത് കിട്ടി. നമ്മുടെ ഒഴിച്ച തേങ്ങാപ്പാലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ 1-ാം പാൽ ഒഴിച്ചെടുക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ തിളപ്പിക്കാനൊന്നും പാടില്ല. കുറച്ച് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കിട്ടും. അതൊന്ന് ഒഴിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും അതിൻ്റെ ചൂട് കൊണ്ട് കറി പിന്നെ ഒരു തിള വരും എന്തായാലും, ഫ്ലെയിം ഓഫ് ചെയ്താലും. ഇനി നമുക്ക് ഇതും കൂടി റെഡിയായി കിട്ടിയാൽ താളിക്കാണ് വേണ്ടത്. എന്ന് നമുക്ക് താളിക്കുന്നത് നോക്കാം. താളിക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഉണ്ടാക്കിയ ഈ കറിയുടെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടോട്ടലി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കിട്ടില്ല ടേസ്റ്റിൽ ഉണ്ടാകുന്നൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.